ഹൈപ്പർ ടെൻഷൻ എങ്ങനെ തടയാം? അമിത രക്തസമ്മർദ്ദമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നാമതായി രക്തസമ്മർദ്ദം എന്താണ് എന്ന് നമ്മൾ അറിയണം. അതായത് നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളിൽ കൂടി രക്തം സഞ്ചരിക്കുമ്പോൾ അത് ആ രക്തധമനികളുടെ ഭിത്തികളിൽ ഏർപ്പെടുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. നമ്മളെപ്പോലെ എഴുന്നേറ്റ് നടക്കുന്ന അല്ലെങ്കിൽ രണ്ട് കാലിൽ നടക്കുന്ന ജീവികളെ സംബന്ധിച്ച് ഒരു നിയതമായ രക്തസമ്മർദ്ദം നിലനിർത്തുക എന്നുള്ളത് അതിജീവനത്തിനായിട്ട് ആവശ്യമാണ്. എന്നാൽ ഇതിനെ ആ നിയതമായ ലിമിറ്റുകൾക്കുള്ളിൽ നിർത്തുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അപ്പം ഇതിനെ ആ നിയതമായ ലിമിറ്റുകളിൽ നിർത്തുന്ന ഈ പ്രോസസ്സിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാവുന്നതിൽ ഉയർന്ന തലത്തിലേക്ക് രക്തസമ്മർദ്ദം പോകുന്നു. ഇതിനെയാണ് നമ്മൾ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങളും ഉണ്ടാകാം. അതിൽ നമുക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളുമുണ്ട്, നിയന്ത്രിക്കാനാവാതല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ജനിതകമായ പ്രത്യേകതകൾ, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അതുപോലെ തന്നെ നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ, അന്തരീക്ഷ മലിനീകരണം മുതലായ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ നമ്മുടെ ഡയറ്റ്, നമ്മുടെ ശരീരഭാരം, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായി നാം ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, ഇതിനെല്ലാം നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെയും അതിന്റെ നിയന്ത്രണത്തിൽ വളരെ വലിയൊരു പങ്ക് ചെലുത്തുവാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് ഉപ്പ് എന്ന് പറയുന്ന അത്ര സുലഭമായ വസ്തുവല്ല. അപ്പൊ പരിണാമത്തിന്റെ ഭാഗമായി നമ്മുടെ ശരീരം കഴിയുന്നിടത്തോളം ഉപ്പ് കൺസേർവ് ചെയ്യാനുള്ള ജീനുകൾക്ക് പ്രാമുഖ്യം നൽകി. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, ഉപ്പ് ഇഷ്ടം പോലെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ലഭ്യമാണ്. അപ്പൊ ശരീരത്തില് ഉപ്പിന്റെ അളവ് ക്രമാതീതമായിട്ട് ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നത് ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് ബ്ലഡ് പ്രഷർ പലർക്കും കൂടുന്നു. അതുപോലെ തന്നെയാണ് അമിതവണ്ണം. ഒരു 5% മുതൽ 10% വരെ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ പലരുടെയും BP കൺട്രോളിലാകും ഒരു പരിധി വരെ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ജീവിതചര്യ, ഒരു സാധാരണ ജോലിയിലുള്ളവർക്ക് പോലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും താങ്ങാനാകാത്ത സ്ട്രെസ്സാണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണം എന്ന് എല്ലാവരെയും ഉപദേശിക്കുന്ന ഞങ്ങളുടെ ഡോക്ടർമാർ പോലും 4.5 മണിക്കൂർ 5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നില്ല. അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ജീവിതചര്യയും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തില് സെഡൻഡറി ആയിട്ടുള്ള ഈ ജീവിതചര്യയും ബ്ലഡ് പ്രഷറിന്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്നതിന് കാരണമായി തീരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിൽ 1/3 ഒരാളുടെ BP ഹൈപ്പർ ടെൻഷൻ എന്ന നിലയിലാണ് എങ്കിൽ കേരളത്തിൽ അത് 46% മേളിലാണ്. ഒരു 60 വയസ്സിന്റെ മുകളിലുള്ളവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 72% മേളിലാണ് BP കൂടിയുള്ള ആൾക്കാരുടെ തോത്. എന്ന് പറഞ്ഞാൽ 4 പേരെ എടുത്താൽ അതിൽ 3 പേരും ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ലോഞ്ചവിറ്റി, അതായത് നമ്മുടെ ആയുർദൈർഘ്യം ഇത്രയും വർദ്ധിക്കുകയും കൂടെ ചെയ്തതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ രോഗികളാകുന്നവർ ഓവർ ടൈം ഇതിന്റെ എല്ലാ കോംപ്ലിക്കേഷനുകളിലേക്കും പോകുന്നു എന്നുള്ളതും നമ്മളെ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാരണമാണ്.